SDP നിലപാടാണിപ്പോൾ ചർച്ചാ വിഷയം. SDP സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ പലരും പറയുന്നത് SDP നിർത്തിക്കഴിഞ്ഞാൽ, സ്ഥാനാർത്ഥി നിർത്തിയാൽ അവിടെ BJP വിജയിക്കും. BJPനെ വിജയിപ്പിക്കാനാണോ SDP സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്നൊക്കെയാണ് ചോദ്യങ്ങൾ. SDP വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, UDFും LDFും ഒന്നിക്കൊരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മാത്രം മത്സര രംഗത്ത് നിൽക്കുക എന്നുള്ളത്. കാരണം ഇപ്പോൾ മഞ്ചേശ്വരം കഴിഞ്ഞ തവണ വോട്ട് UDF LDFും കൂടെ നേടിയ വോട്ട് 1,00,000 ചില്ലറയാണ്. അവിടെ BJPക്ക് 65,000 ചില്ലറ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ചെറിയൊരു വോട്ടിനാണ്, ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്ന് UDF വിജയിക്കുന്നത്. അതുപോലെ നേമത്ത് UDF LDFും കൂടി 92,000 ചില്ലറ വോട്ട് പിടിച്ചിട്ടുണ്ട്. അവിടെ BJPക്ക് 51,000 ചില്ലറ വോട്ടാണ് കിട്ടിയത്. അവിടെയും ചെറിയൊരു വോട്ടിനാണ് വിജയിക്കുന്നത് LDF. ഇവിടെ സത്യത്തിൽ UDF LDF ഒരു BJP വിരുദ്ധരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ SDP പറഞ്ഞതുപോലെയാണല്ലോ അവർ ചെയ്യേണ്ടത്. കാരണം ആ BJP വരരുത് എന്ന ആ ഒരു തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരങ്ങനെയാണ് ചെയ്യേണ്ടത്. സത്യത്തിൽ ഇവർക്ക് അങ്ങനെയല്ല. ഇവർ UDFൻ്റെ ചിന്ത, UDF പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് BJP വന്നാലും കുഴപ്പമില്ല, LDF വരണ്ട. LDFും അതേപോലെ തന്നെ, BJP വന്നാലും കുഴപ്പമില്ല, UDF വരണ്ട. പക്ഷേ SDP പറയുന്നത് നിങ്ങൾ രണ്ടിലേതെങ്കിലും ഒരാൾ വന്നാൽ മതി, BJP വരണ്ടെന്നാണ്. അവിടെ SDPക്ക് വരണമെന്നും പറയുന്നില്ല, BJP വരരുത് എന്നുള്ളതാണ് മെയിൻ. വോട്ടർമാർ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ SDPയെ സംബന്ധിച്ചിടത്തോളം BJP വരരുത് എന്നുള്ളത് കർശനമായ നിലപാട് തന്നെയാണ്. അത് ഈ പാർട്ടി രൂപം കൊണ്ടത് മുതൽ അത് ആ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ മറ്റു പാർട്ടികൾ അങ്ങനെയല്ല. ഇപ്പോൾ LDF ആയാലും UDFിലായാലും ഒളിഞ്ഞും തെളിഞ്ഞും BJP സഹായിക്കുന്ന പലതും നമ്മൾ കണ്ടതും കേട്ടതും ഈ പഞ്ചായത്ത് ഇലക്ഷനിലടക്കം. പക്ഷേ SDP നിലപാട് ഒന്നേ ഉള്ളൂ, BJP വരാതിരിക്കാൻ അത് UDFിനെയും വിജയിപ്പിക്കുന്നുണ്ട്, LDFിനെയും വിജയിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലീഗ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അങ്ങനെ ഏത് പാർട്ടിനെ വേണമെങ്കിൽ വിജയിപ്പിക്കാൻ SDP പണിയെടുത്തിട്ടുണ്ട്. അത് എല്ലാ ആൾക്കാർക്കും അറിയുന്നത് കാര്യം കൂടിയാണ്. ഇവിടെ സത്യത്തിൽ BJP വരരുത് എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു ടീം SDP മാത്രമേ നിലവിലുള്ളൂ. ബാക്കിയുള്ളവർ പറച്ചിൽ മാത്രം. ഇലക്ഷൻ വരുമ്പോൾ BJP വരുന്നു പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് ആ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ BJPയിലെ വർഗീയതയിലൊന്നുമില്ല, പിന്നെ കഴിഞ്ഞ് വീണ്ടും അടുത്ത ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും ഇതേപോലെ വരും. അപ്പോൾ ഇവിടെയാണ് ജനങ്ങൾ ഇവരുടെ ഒരു കാപട്യം മനസ്സിലാക്കേണ്ടത്. എന്തായാലും SDP സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ട്. അത് SDP നിർത്തിയത് കൊണ്ട് BJP വിജയിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ, എന്തായാലും ഇന്ത്യ മൊത്തം ഭരിക്കുന്നത് BJP തന്നെയാണല്ലോ. ഇപ്പോൾ LDFിനും UDFിനും ആ ഒരു വിഷയമല്ല എങ്കിൽ, BJP വരുന്നത് ഒരു വിഷയമല്ല എങ്കിൽ പിന്നെ SDPക്ക് മാത്രം ഒരു ബാധ്യത ഒന്നുമില്ലല്ലോ.